സോ ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആമകളെ വാഷ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നമ്മളുടെ കുളത്തിൻ്റെ അവസ്ഥയാണ്. ഇപ്പം കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നു. അതേപോലെ ഇപ്പോൾ ഫിഷ് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ മോർണിങ്ങിനും നമ്മൾ ഫീഡിങ് ഉണ്ട്. നമ്മളെ ഷാർക്ക്, നമ്മളെ കാർപ്പ് എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ. നോക്കി പതുക്കെ വരുന്നുണ്ട് കണ്ടോ. ഗോൾഡ് ഇത്ര നല്ല കൂടുതൽ ഉണ്ടായിരുന്ന ഈ കാക്കയുടെ ശല്യമൊക്കെ ആയിരുന്നു കുറെ പിടിച്ചോണ്ട് പോയാണ്. ഷാർക്ക് ഇതിൽ അടിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിപ്പം അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി. നമ്മൾ സൈഡിൽ കൂടെ പോയാൽ നമ്മൾ കാർപ്പിനെ കാണുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊന്നും അല്ല. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആമകളെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരണം. അതിൽ നമ്മൾ ഫീഡിങ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അതിന് കുറച്ച് വെള്ളമൊക്കെ നിറയ്ക്കാനുണ്ട്. അതിന് മുമ്പേ അവരൊന്ന് ബാത്ത് ചെയ്ത് കിടക്കണം. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരെ പോയി അതിന് ബാത്ത് ചെയ്യാൻ വേണം. നമ്മളെ കൂട്ടിലോട്ട് പോകാം. അവിടെ കിടപ്പുണ്ട് നമ്മളാൾ. വരൂ. ഇതാണ് നമ്മുടെ എപ്പോഴും തന്നെ അവസ്ഥ. വെള്ളം വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആമളെല്ലാവരും അടിയിൽ ചെളി പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒറിജിനൽ കളറ് കറുപ്പാണ്, ഇപ്പം ഒരു ബ്രൗൺ കളറായി കിടക്കുകയാണ്. അപ്പം നേരെ നമ്മൾ കറുപ്പ് കളറിലേക്ക് കൊണ്ടുവരാൻ വേണം. അപ്പം അതിന് മുമ്പ് എല്ലാത്തിനും പിടിക്കണം. പിടിക്കാൻ പറ്റിയതിന് ഒരു ബസ്ക്കറ്റ് നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ബാസ്ക്കറ്റ് വേണ്ട. നമ്മുടെ ഇവിടെ 4 ആമകളുള്ളതുകൊണ്ട് 5 അത്ര ഉള്ളതുകൊണ്ട് നമ്മള് ഇതിലെ കൊണ്ടുവന്നില്ല ചേട്ടാ. എല്ലാവരും ഒരുമിച്ച് എടുക്കണം. അവിടെ ഇപ്പം 4 ആമകളുള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ ആ കുളം കെട്ടിയ സമയത്ത് എല്ലാം ഓപ്പൺ ആയിരുന്നുകൊണ്ട് അന്ന് മഴ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നടന്ന് പോയി. പിന്നെ പരിചയമുള്ളവൻ മാത്രമാണ് ഇത് സ്ഥലം. ഇവനാണ് നമ്മൾ ആദ്യം വാങ്ങിച്ചത്. അവനാണ് ഇപ്പം നമ്മളെല്ലാം ഇപ്പം സേഫായി ഇരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞ് നല്ലതായിട്ട് ഓടുന്ന സാധനമായിട്ട് ഒരു ബക്കറ്റിലിടാന്ന് വിചാരിക്കുന്നു. ബക്കറ്റ് ഇതാണ്. ഓക്കെ, നമ്മളുടെ അടുത്തൊരു കുഞ്ഞ്. ഈ 2 കുഞ്ഞേ ഉള്ളൂ. പിന്നെ ഒരു ഇച്ചിരി വലുതും ബട്ട് ഒരു മീഡിയം സൈസ്. ഇവരൊക്കെ ഇതൊന്നും അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി വരണ സമയത്ത് നമ്മൾ കടൽ മണ്ണ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം കടൽ മണ്ണ് ചെന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം ഇച്ചിരി കൂടെ ഒരു മുട്ടയുടെ ഇച്ചിരി കൂടെ ഒരു സൗകര്യം കിട്ടും. അപ്പം നമുക്ക് നേരെ പൈപ്പിന് ചോട്ടിലോട്ട് പോകാം. സോ നമ്മൾ പൈപ്പിനോട് എത്തി. ഇപ്പം കണ്ടുകൊണ്ട് ദേശം നല്ല അഴുക്കാണ്, ചെളിയാണ് കണ്ടോ. താൻ കുറച്ച് വെള്ളം കൊടുക്കാം കണ്ടു. അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഒരു സോപ്പിൻ്റെ സൊല്യൂഷൻ ചെറുതായിട്ട് കണ്ടൊന്നും വീഴാൻ പാടില്ല. വളരെ ഒരു തുള്ളി കൂടി കുഴപ്പമൊന്നുമില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടുക. നല്ലതായിട്ട് അഴുക്കണം നോക്കും. ഇവിടെയാണ് ആമകൾക്ക് കൂടുതലും ഇക്കിളിയാവുന്ന സ്ഥലമാണ്. കാലൊക്കെ കടിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ആ ഒരു കളറ് മാറ്റം നമുക്ക് നോക്കാം. നല്ല അഴുക്കാണ്.
അപ്പുറം വെള്ളം തുറന്നു കുറവാണ്. ഓക്കെ, കുറച്ചുണ്ട്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളറാണ്, കറുത്ത കളറാണ്. അപ്പോൾ ഇവന്മാരും ഇത് ചെളിയിൽ കയറി ഇങ്ങനെ നടക്കുന്നതാണ് ഇങ്ങനെ അഴുക്കാവുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതിനൊന്ന് കഴുകി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഓക്കെ, മറ്റവനെ ഇനി കഴുകാം. ഇത് നമ്മുടെ മീഡിയമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഏറ്റവും വലുത്. അപ്പം 2 കളറിൻ്റെ വ്യത്യാസം കാണാം. 2 ഒരേ ആമയാണ്, കളർ വേരിയേഷനൊന്നും അല്ല. ഈ കളറിൽ ആമയാണ് നമ്മൾ ഈ കളറാക്കിയത്. അപ്പം മറ്റവനെ ഒന്ന് കഴുകിയെടുക്കാം. ഇങ്ങനെയാണ് ഷാപ്പിൽ റെഡിയാക്കുന്നത് കേട്ടോ. ഷാപ്പിൽ കറി വരുന്ന സമയത്ത് വേറെ തേച്ച് ചെയ്ത് കറങ്ങി കടിക്കുക. തല ഇവിടം വരെ നീളും. ഇനി കുറച്ചും കൂടെ ആയിരിക്കുള്ളൂ, അത് ലാസ്റ്റ് ടച്ചിങ് ആണ്. അപ്പം ബാക്കി ഇനി 2 കുഞ്ഞുങ്ങളുള്ളൂ. അപ്പം ഇവ അതിൻ്റെ അകത്തിരിക്കട്ടെ. ഇത് നമ്മുടെ ലാസ്റ്റ് ടച്ചിങ് ആണ്. അപ്പോൾ ഇടയ്ക്ക് കൈയൊക്കെ സൂക്ഷിക്കണം, കാരണം ഒരു കൊട്ട് ഇഷ്ടമുള്ള സംഭവമാണിത്. അപ്പോൾ ഒന്ന് കടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ പൂച്ചയെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ സേഫ് ചെയ്ത് കാണണം. പൂച്ചകൾക്ക് വെള്ളം ഇഷ്ടമല്ല, അവർ ചിലപ്പോൾ കടിക്കും. പക്ഷെ ആമകൾക്ക് വെള്ളമല്ല ഇഷ്ടമല്ലാത്തത്, ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എടുത്ത് കടിക്കണം. പൂച്ചയാണെങ്കിൽ ആളും, ഇവരാണെങ്കിൽ കടിക്കത്തേ ഉള്ളൂ വെള്ളം കളിച്ച. അപ്പോൾ ഗായ്സ്, ഒരു ആമ നമ്മളെ ഗുഹയ്ക്കകത്ത് കിടപ്പുണ്ട്, പുൽ ഗുഹയ്ക്കകത്ത്. നമുക്കിനി ആമക്കൂടിൽ ഇച്ചിരി വെള്ളം നിറയ്ക്കാൻ ഇതുണ്ട്. വെള്ളം കളയണം, കുറച്ചൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും, തെളിഞ്ഞ് വരുന്നവരെ. അപ്പം നല്ല കളറ് ചെളിയാണ് കേട്ടോ ഇത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ കൊടുത്തതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കിടന്നുള്ള ചെളിയാണ്. അപ്പം ഒറിജിനൽ കളറിലേക്ക് വരാൻ സാധ്യത കുറവാണ്. കാരണം ഈ മണ്ണിനും ഈ ഒരു ഡാർക്ക് കളറായതുകൊണ്ട് തെളിഞ്ഞ് വരത്തില്ല. അപ്പം മാക്സിമം തെളിച്ച് വെച്ചിട്ടുണ്ട്, ഇച്ചിരി തെളിയിട്ടുണ്ട്. കാരണം ആ തെളിഞ്ഞ് വരണം. കാരണം ഈ മണ്ണൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കടൽ മണ്ണ് മാത്രം ഇത്രയും പൊക്കത്തിൽ ചെയ്താൽ നല്ലതായിട്ട് കിടക്കും. അപ്പോൾ അത് നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്, ഈ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം കയറുന്നത്. അതിന് കുറച്ച് കഴിയുമ്പോൾ വെള്ളം നല്ല തെളിഞ്ഞ് വരും കേട്ടോ ഈ കളറൊന്നും. അപ്പം നമ്മളുടെ ടാങ്ക് ഇത്രയും മതി, കാരണം കുറച്ച് സ്ഥലമൊക്കെ വേണം, കൊള്ളാമെന്നോ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പം നമ്മൾ നിർത്തുകയാണ് കേട്ടോ. സോ അപ്പം നമ്മൾ 4 ആമകളെ കഴുകിയിട്ടുണ്ട്. നമ്മളെ വലുതാണിത്, പിന്നെ നമ്മളുടെ മീഡിയം. അപ്പോൾ ഇവർക്ക് നീന്താൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അവരുടെ കൈയൊക്കെ ഇട്ട് അടിക്കുകയാണ് വെള്ളം കണ്ടതാണ്. അടിക്കേണ്ട ഇവർ ആദ്യം നോക്കണം ഫുഡ് അടിക്കണം, ഫുഡില്ല. അപ്പോൾ അടുത്തത് നമ്മളുടെ ഏറ്റവും ചെറുത്, പിന്നെ നമ്മളുടെ ഇച്ചിരി വലുതായിട്ടുള്ള. അപ്പോൾ കുഞ്ഞിനധികം താല്പര്യമില്ല നീന്താൻ, അവനും വലിയ താല്പര്യമില്ല. അപ്പോൾ കിടക്കട്ടെ, ഇഷ്ടപ്പെട്ട സ്ഥലം ആ കുഴിയാണ്. അപ്പം ഇനി അവർക്ക് വേണ്ടത് ഈ ഇരുട്ടാണ്. അപ്പം നമ്മളുടെ
കുളം ഇച്ചിരി കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ല മണ്ണ് ഏറ്റവും അത്യാവശ്യ സാധനമാണ്. അല്ലെങ്കിൽ ഒരു മുട്ടയിടാനൊന്നും അല്ലെങ്കിൽ ആ തണുപ്പൊന്നും കിട്ടത്തില്ല ഇതിൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. രസകരമായ വീഡിയോ ലഭിക്കാൻ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലത്തെ രസകരമായ വീഡിയോ നിന്ന് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.